ചിലപ്പോൾ സർജറി ചെയ്യാൻ വക ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഹെൽത്ത് പ്രോപ്പർലി നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു കൊളസ്ട്രോളോ ഷുഗറോ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യത്തേ ഇല്ല. കൊളസ്ട്രോളോ ഷുഗറോ BP എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടേ സർജറി ചെയ്യുള്ളൂ പറ്റുള്ളൂ. ഈവൻ അതുപോലും. അപ്പോൾ ചിലപ്പോൾ അല്ലാത്ത ഈ പറഞ്ഞ തൈറോയിഡ് കൊണ്ട് സഫർ ചെയ്യുന്നവരുണ്ടാകാം, അല്ലാണ്ട് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം, ലങ്സിന് ശ്വാസം മുട്ടുന്ന ആൾക്കാർ, പല രീതിയിലുള്ളവരുണ്ട്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ മെഡിക്കൽ പ്രോട്ടോക്കോളിന് എതിരാണ്. അങ്ങനത്തെ സർജറീസ് ഒന്നും ഇപ്പോൾ ചെയ്യുന്നുമില്ല അങ്ങനെ ഇതായിട്ട്. പ്രോപ്പറായിട്ടുള്ള പ്രോട്ടോക്കോൾ ഉണ്ട്. നിങ്ങളുടെ ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം എന്താണ് ശരിക്കും കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇത് മുന്നോട്ട് വെക്കുമോ? എന്തായിരിക്കും അവസ്ഥ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പ്രൊട്ടസ്റ്റ് ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക, പാനിക് ആവാണ്ട്. എനിക്കിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ക്യൂർ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ അടുത്ത് പറയാനുള്ളത്, നോൺ ബൈനറി ട്രാൻസ് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക, നമ്മളെ ജോലികൾ ചെയ്യുക, നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, മെൻ്റൽ ഹെൽത്തിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മളെ പാനിക്കാക്കുന്ന രീതിയിൽ ഉള്ള ഒന്നും തന്നെ മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് ഡയറക്റ്റ്ലി എഫക്ട് ചെയ്യുന്നത് നമ്മളെ മാത്രമാണ്. ഈ ബില്ലുണ്ടാക്കിയവരൊക്കെ മൂടും തട്ടി അവരുടെ കാര്യം നോക്കി അവർ അടുത്ത പരിപാടിക്ക് പോകും. പക്ഷെ ഇത് എഫക്റ്റ് ചെയ്ത ആൾക്കാർ, ബാധിക്കപ്പെട്ടവർ, വിക്റ്റിമായിട്ടുള്ളവർ അതിനെ സർവൈവ് ചെയ്തേ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും ഇടുക. മാക്സിമം മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് നൽകി പീസ്ഫുൾ ആയിട്ടിരിക്കാൻ പ്രയോറിറ്റൈസ് ചെയ്യുക.